ശ്രീ തിരുവഞ്ചൂർ ഇപ്പോൾ 24 പുറത്തു കൊണ്ടുവരുന്ന വാർത്ത, അത് ഇന്നിപ്പോൾ കോടതിയിൽ SIT സമർപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങളാണ്. അതായത് വലിയ ഗൂഢാലോചന ശബരിമലയിൽ നടന്നിട്ടുണ്ട്. സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് 3 പേരാണ് പ്രധാനമായും ഗൂഢാലോചന നടത്തിയിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ചേർന്നാണ് എന്ന് പറയുകയാണ്. ഗോവർദ്ധന്റെ വാദം, താങ്കൾക്കറിയാവുന്നതുപോലെ താനൊരു സ്വർണ്ണ വ്യാപാരിയാണ്, പലയിടത്തുനിന്നും സ്വർണം കിട്ടും, പക്ഷേ ഇത് ശബരിമലയിൽ നിന്നാണ് എന്നതറിഞ്ഞപ്പോൾ താൻ പ്രായശ്ചിത്തം ചെയ്തു, കുറേ സ്വർണവും പണവും ഒക്കെ തിരിച്ചു നൽകി എന്നൊക്കെ പറയുമ്പോഴും ഏറ്റവും പ്രധാനമായി SITയുടെ കണ്ടെത്തൽ ആ പണം നൽകിയത് ദേവസ്വം ബോർഡിനല്ല, എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും പേരിലേക്കാണ് എന്നൊക്കെയുള്ളതാണ്. കൂടാതെ മറ്റ് സ്വർണ്ണ ഉരുപ്പടികൾ കവർച്ച ചെയ്യാനുള്ള ആസൂത്രണം അതും ഈ 3 ആളുകളും ചേർന്ന് നടത്തി എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗൗരവത്തിലുള്ള കവർച്ചയാണ് അവിടെ നടക്കാൻ ഇവർ നീക്കം നടത്തിയത്, ഒപ്പം തന്നെ ഇതിനോടകം തന്നെ നടന്നത്, ഇതിൻ്റെ വിവരങ്ങൾ ഓരോന്നായി ചുരുൾ അഴിയുകയാണ്. ശ്രീ തിരുവഞ്ചൂർ, വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു കോൺസ്പിറസിയാണ് അവിടെ നടന്നിട്ടുള്ളത്. വളരെ വിപുലമായ ഒരു കൂട്ടുകൊള്ള. ആ കൂട്ടുകൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തവരുടെ അതിൻ്റെ ബുദ്ധി കേന്ദ്രമായി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികളുണ്ട്. അതിനെല്ലാം താങ്ങും തണലും കൊടുത്തിട്ടുള്ള ആളുകളുണ്ട്. അവരെല്ലാം ഇതിൻ്റെ വലയത്തിൽ എത്തിയെങ്കിലേ ഈ കേസ് കൃത്യമായി തെളിയത്തുള്ളൂ. ഇപ്പം ഇതിൽ പല ആളുകൾ ഈ വലയത്തിന് പുറത്ത് നിൽക്കുകയാണ്. പല കാരണങ്ങൾ കൊണ്ടാണ്. രാഷ്ട്രീയ സ്വാധീനമാകാം, വ്യക്തിബന്ധങ്ങളാകാം, അങ്ങനെ പല സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അവർ ആ വലയത്തിന് പുറത്ത് നിൽക്കുന്നത്. പക്ഷേ അവരെ കൂടി ഈ വലയത്തിനകത്ത് ചേർക്കത്തക്ക വിധത്തിലായിരിക്കണം ഈ എക്സ്റ്റെൻസീവായിട്ടുള്ള ഗൂഢാലോചന എന്ന് പറയുന്ന കോൺസ്പിറസിയെ കുറിച്ചുള്ള അന്വേഷണം. ആ അന്വേഷണം മുന്നോട്ട് പോകണം. മാത്രമല്ല, അന്വേഷണം നടത്തുന്നതിന് തീരുമാനമെടുത്താൽ മാത്രം പോയി. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകൾ പലരുണ്ട്. അവര് കൂട്ടുത്തരവാദിത്വത്തോടു കൂടി ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കേസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിന് ഒരുമിച്ചല്ല പോയി അന്വേഷണം നടത്തുക, ഒരു വ്യക്തിയായിരിക്കും അന്വേഷണം നടത്തുക. അപ്പോൾ അതുകൊണ്ട് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഫിക്സ് ചെയ്യണം. അത് എന്ത് കാര്യങ്ങളാണ് അവർ ചെയ്തത് എന്നുള്ളത് ബഹുജന സമൂഹത്തിന് മുമ്പിൽ എത്തിക്കണം. അതിന് പറ്റത്തക്ക വിധത്തിലുള്ള ശാസ്ത്രീയമായ അന്വേഷണമാണ് വേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഈ ഗൂഢാലോചന കണ്ടെത്തണമെന്നുവരികിൽ ആ ഗൂഢാലോചന നടത്തിയിട്ടുള്ള ആളുകളാര്, അതെവിടെ വെച്ച് എന്നുള്ളത്, അതെല്ലാം സത്യം പറഞ്ഞാൽ ഈ ടവർ ലൊക്കേഷൻ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. ആ ടവർ ലൊക്കേഷൻ ഇവരുടെ ഈ പറയുന്ന ഗൂഢാലോചനയുള്ള സമയം, ആ സമയത്ത് ഇവർ ഓരോരുത്തരും എവിടെയായിരുന്നു എന്നുള്ളത്, അതൊക്കെ ഒരു ടവർ ലൊക്കേഷനിൽ കൂടെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഇതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഈ കേസ് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെപ്പോലും പ്രതികൾ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ബംഗളൂരുവിൽ വെച്ച് എന്നുള്ളതാണ്. അതിൻ്റെയും തെളിവുകളൊക്കെ SITയുടെ പക്കലുണ്ട്. ഇവർ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചു. അത് CDR പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. SITക്ക് ഇത് വ്യക്തമായാൽ മാത്രം പോരാ. ഇത് ഓരോ വ്യക്തിയും ചെയ്തിട്ടുള്ള കുറ്റകൃത്യം എന്ത് എന്നുള്ളതിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നില്ല എങ്കിൽ സ്വാഭാവികമായും കോടതിയിൽ ചെല്ലുമ്പോൾ അവരുടെ ഉത്തരവാദിത്തം ഒക്കെ അവർ കൈയൊടിച്ച് കളയും. അപ്പം അതുകൊണ്ട് ഇതിനകത്ത് ഗൂഢാലോചനയിൽ വന്നിട്ടുള്ള ആളുകൾ ആരൊക്കെ, ആ ആളുകൾ ചെയ്തിട്ടുള്ള ഓരോ നടപടികൾ എന്തൊക്കെ, അതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ നഷ്ടം അതൊക്കെ കൃത്യമായി കണ്ടെത്തണം. ഞാനിനി പൊതുവായി ഒരു കാര്യം പറയാം. ക്രിമിനൽ ജൂറിസ്പ്രുഡൻസ് അനുസരിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള എവിഡൻസ് കിട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഈ ഗൂഢാലോചന തന്നെയാണ്. കോൺസ്പിറസിക്ക് തെളിവ് കിട്ടണമെങ്കിൽ നന്നായിട്ട് യത്നിച്ചേ മതിയാകൂ. അത് എവിടം വരെ പോകും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല. പക്ഷെ ജനങ്ങൾക്കിതറിയാൻ വലിയ താല്പര്യമുണ്ട്. ഇത്രയും വലിയ സംഘടിതമായ കൊള്ള 1919 മുതൽ ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിൽ നടന്നിട്ടും ആ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകൾ ആരൊക്കെ എന്നുള്ളത് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നിയമസമാധാനം എങ്ങനെ പോകുന്നു എന്നുള്ളത് ആളുകൾ ആലോചിക്കും. ഇതിൽ ഒരു കാര്യം കൂടി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇപ്പോൾ ഇതിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നയാൾ മാത്രമാണ് ശബരിമലയിൽ അവിടെ ഒരു സഹായിയായി എന്ന രീതിയിലാണെങ്കിൽ പോലും അവിടെ വന്ന് ജോലി ചെയ്തിട്ടുള്ളയാൾ. മറ്റു 2 പേരും പുറത്തു നിന്നുള്ള ആളുകളാണ്. ഇവർക്ക് എങ്ങനെയാണ് ഇത്ര ആസൂത്രണം ചെയ്തുകൊണ്ട് ഇത്ര ആസൂത്രിതമായി ഇങ്ങനെ ഒരു കൊള്ള നടത്താൻ പറ്റിയത് എന്ന ചോദ്യത്തിന് കൂടി ഉത്തരം കണ്ടെത്തുക എന്നുള്ളതല്ല ഏറ്റവും പ്രധാനം. ഇതിൽ ഒരു കാര്യം SIT പറയുന്നത് ദേവസ്വം ബോർഡിനല്ല ഗോവർദ്ധൻ
പ്രായശ്ചിത്തമായി എന്ന് അയാൾ പറയുന്നത് പ്രകാരം പണവും സ്വർണവും നൽകിയിട്ടുള്ളത് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിലാണ്, ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അക്കൗണ്ടിലേക്കും എന്ന് പറയുമ്പോൾ അതൊക്കെ എത്രത്തോളം ഗൗരവത്തിലുള്ളതാണ്? വളരെ സീരിയസ് ആണ്. കാരണം അവരുടെ അക്കൗണ്ടിംഗ് സിസ്റ്റം അനുസരിച്ച് ദേവസ്വം ബോർഡിന് വേണ്ടി പണം സ്വീകരിക്കാൻ അധികാരമുള്ള ആളാണ്. ആ അധികാരിക്കാണോ ഇവർ പണം കൊടുത്തത് എന്നുള്ളതിലെ പ്രധാനപ്പെട്ട പ്രശ്നം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പണം കൊടുക്കുന്നു എന്ന് പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച ആരാണ്? ദേവസ്വം ബോർഡിന്റെ ഏതെങ്കിലും ഔദ്യോഗിക ഭാരവാഹിത്വമുള്ള വ്യക്തിയാണോ? ആ പണം സ്വീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് എന്തെങ്കിലും ഓതറൈസേഷൻ ഉണ്ടോ? അദ്ദേഹത്തിന് അതിനുള്ള അതോറിറ്റി ഉണ്ടോ? അപ്പോൾ അതൊന്നുമില്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പണം കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ പണം എന്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റി വാങ്ങി എന്നുള്ള ചോദ്യത്തിനു കൂടി ഉത്തരം പറയേണ്ടി വരും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, ഈ പണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കാനുള്ള കാരണം എന്താ? ദേവസ്വം ബോർഡിന്റെ ഏറ്റവും പൊതുസ്വത്തായി കരുതുന്ന സ്വർണം ഒരു വ്യക്തി മേടിച്ചു കഴിഞ്ഞാൽ ആ സ്വർണത്തിലുള്ള പ്രതിഫലം എന്ന് തന്നെ വിചാരിച്ചുകൊള്ളൂ. ആ കവർച്ച വേറെ വശത്ത് നിൽക്കുകയാണ്. അത് സീരിയസ് ആയിട്ടുള്ള വശമാണ്. അത് നിലനിൽക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് കിട്ടുന്ന സ്വർണം മേടിച്ചു എന്ന് പറയുന്ന ഈ സംഭവത്തെ നിസ്സാരവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഈ പണം കൊടുക്കേണ്ടത് ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിലല്ലേ? അതെ, നൽകിയിട്ടില്ല. പകരം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിലാണ് പണം നൽകിയിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും പണം നൽകി കൈമാറിയിട്ടുണ്ട് എന്നതിന്റെയൊക്കെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ, കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 24 ആണ് ഈ വാർത്ത പുറത്തുവിട്ടത്. കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ നിന്നുള്ള വിശദാംശങ്ങളാണ് നമ്മൾ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.